എന്തോ പറയാനുണ്ടോ? പറഞ്ഞോ. ഇവിടെ ഒരു കാലത്ത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 50ഓളം എംപിമാരും 600 MLA ഉണ്ടായിരുന്ന ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നീട് അത് വിഭജിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അവർ ആരോടാ ഫൈറ്റ് ചെയ്യുന്നത്? ഇന്ന് CPM-ന്റെയും CPI-യുടെ ഒക്കെ ഗതി എന്താ? 13% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് കേരളത്തിലുള്ള വേറൊരു സംസ്ഥാനം പറയാനുണ്ടോ? ഒരു ശതമാനത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഇവർ ആരോടാ ഫൈറ്റ് ചെയ്യുന്നത്? ഇവിടെ ഫൈറ്റ് ചെയ്യാനായിട്ട് CPM ഉണ്ടോ? അതല്ലേ ചോദ്യം. അതെ, ഒരു മിനിറ്റ്. CPI-യുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനം ഇനി ഇന്ത്യയിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്ന് ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ ആരോടെ ഫൈറ്റ് ചെയ്യുന്നത്? ഒരു ചോദ്യം കൂടി പറഞ്ഞോ. ഇവിടെ പല പല ചർച്ചകളും നടന്നു. എനിക്ക് ഒരു കാര്യം ഈ വടക്കഞ്ചേരിയെ കുറിച്ച് പറയാനുള്ളതാണ്. വടക്കഞ്ചേരി 4 വർഷമായി, വടക്കഞ്ചേരിയിലെ 13-ാം വാർഡ് 4 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഒരു വാർഡ് നന്നാക്കാൻ പറ്റാത്ത ഇവന്മാരാണോ ഈ നാട് നന്നാക്കാൻ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്? മണിപ്പൂരൊക്കെ പറയുന്ന കാര്യമാണ് എന്റെ കാര്യമാണത്. പഞ്ചായത്ത് CPM ഭരിക്കുന്നു, പാർട്ടി ഭരിക്കുന്ന കോൺഗ്രസ്. 4 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ വാർഡിൽ. നിങ്ങളുടെ മെമ്പർ ആരാ? മെമ്പർ കോൺഗ്രസ്. അപ്പൊ ഇന്ത്യ മുന്നണിയുടെ പഞ്ചായത്താ? ഇന്ത്യ മുന്നണിയുടെ പഞ്ചായത്താ? BJP-യുടെ പഞ്ചായത്താണോ? BJP-യാണോ ഭരിക്കുന്നത്? ഞാൻ വെല്ലുവിളിക്കാണ്. അവിടെയുള്ള LDF-ന്റെ ഒരു മെമ്പർ ചങ്കോറ്റുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സംസാരിക്കില്ല. ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞാൽ മാത്രം സംസാരിക്കുന്ന ജനപ്രതിനിധികളുള്ള പഞ്ചായത്താണ് വടക്കഞ്ചേരി പഞ്ചായത്ത്. അങ്ങനെയുള്ള 13-ാം വാർഡിലെ ഗ്രാമ റോഡിലെ റോഡ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ നിൽക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റ് മെമ്പർമാരും അനുമതി കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഗ്രാമ റോഡ് ഇന്നും അതുപോലെ കിടക്കുന്നത്. കോൺഗ്രസിന്റെ മെമ്പറാണ്. കോൺഗ്രസിന്റെ മെമ്പറോ? കോൺഗ്രസിന്റെ മെമ്പറിന്റെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി. ഞാൻ പറയട്ടെ 6 കോൺഗ്രസ് മെമ്പർമാരും ബാക്കി എല്ലാ LDF മെമ്പർമാരുമാണ് 24 ദിവസം ഇവിടെ സമരം ഇരുന്നത് ഗ്രാമ റോഡിന് വേണ്ടി കൂടിയാണ്. അപ്പൊ എന്ത് പറഞ്ഞു ബ്രാഞ്ച് സെക്രട്ടറി? അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ജനങ്ങൾ ചോദിക്കട്ടെ. ജനങ്ങൾ ചോദിക്കട്ടെ. ഒരു 2 ചോദ്യങ്ങൾ കൂടി എനിക്ക് അതിലേക്ക് പോകണം. BJP-യോടൊന്നും ചോദിക്കാനില്ല, കാരണം അവർ കേരളത്തിൽ അവരൊന്നും അല്ല, അതുകൊണ്ട് BJP-യോട് ചോദിക്കുന്നില്ല. കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് തള്ളിക്കളയണ്ട. 15% വോട്ടുണ്ട്. 15% കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് അല്ല, കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് ഇപ്പൊ രമ്യ ഹരിദാസിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ഈ വടക്കഞ്ചേരി, കണ്ണമ്പറ, പുതുക്കോട് പോലെയുള്ള പഞ്ചായത്ത് ഒരു വികസനം നടത്തിയിട്ട് പറയും. എന്നിട്ട് വോട്ട് ചോദിക്കും. ഈ 5 വർഷം എന്ത് ചെയ്തു ഇവിടെ? വോട്ട് ചോദിക്കും. എന്താണ് ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് ചെയ്ത വികസനം? നമുക്ക് പറയാം. സോയയിലേക്ക് വരാം. അനുമുമ്പ് ചേട്ടാ. എനിക്ക് ചോദിക്കാനുള്ളത് BJP-യുടെ പ്രതിനിധിയോടാണ്. ഇവിടെ സംസാരിക്കുന്ന കുറച്ച് ആളുകൾ പ്രാദേശികമായിട്ട് വാർഡ് മെമ്പർ വികസനം നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറെ പറയുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഗുജറാത്തിൽ ഇപ്പൊ ഇവിടെ BJP വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കുകയാണ്. ഇന്ത്യ മുഴുവൻ വികസനം മോഡി ഭരണകാലത്ത് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു. ഇവിടെ ആദ്യം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ ഇവിടെ വന്നപ്പോ ഇന്ത്യയുടെ വികസനം കാണാതിരിക്കാൻ വേണ്ടി അവർ മതിൽ കെട്ടിയും അതുപോലെ തന്നെ ചേരി മുഴുവൻ ആളുകൾ താമസിക്കുന്ന ഭാഗം മതിൽ കെട്ടിയും വല കൊണ്ട് മറച്ചിട്ട് അവര് വികസനത്തെ മറച്ചു പിടിച്ചു. അതേപോലെ തന്നെ പിന്നെ ഇപ്പൊ G20 ഉച്ചകോടി നടന്നപ്പോ 20 ലോക നേതാക്കന്മാർ ഇന്ത്യയിൽ വന്നപ്പോ അവര് ഇന്ത്യയുടെ വികസനം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതും ഇതുപോലെ മതിൽ കെട്ടി മറച്ചു പിടിച്ചു. അങ്ങനെ ലോക നേതാക്കന്മാരെ കാണാൻ പറ്റാത്തത്രയും നല്ല വികസനമാണോ BJP ഇവിടെ നടത്തുന്നതാണെന്ന് എനിക്ക് ചോദിക്കാം. വളരെ പ്രധാനപ്പെട്ട പറയണം. അതിന് മുമ്പ് സോയിൽ നമുക്ക് തുടങ്ങാം. ഒരു ചോദ്യം അവിടെ വോട്ടർമാർ ചോദ്യം ചോദിക്കാൻ വിങ്ങി നിൽക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ് പ്രതിനിധിയോടാണ്. ഒന്നാമത്തെ ചോദ്യം, കോൺഗ്രസ് ആരിനോടാണ് ഈ ഇലക്ഷനിൽ കേരളത്തിൽ മത്സരിക്കുന്നത്? ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് ഏതിനെതിരായിട്ടാണ് മത്സരിക്കുന്നത്? നിങ്ങളുടെ പ്രധാന ശത്രു ആര്? CAA വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്ത്? കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പലതും പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ രാത്രി ആലോചിച്ചിട്ട് രാവിലെ പറയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ആക്റ്റീവ് KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഇപ്പൊ ഇവിടെ ചുമതലയായിട്ട് MM ഹസൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല എന്ന്. പിന്നെ ഇവിടെ നിലവിലിരിക്കുന്ന ചോദ്യം ചോദിക്കട്ടെ നിങ്ങളെ ചോദ്യം അവിടെ നിന്ന് പറയട്ടെ. ഇവിടെ ഇതിനു മുമ്പ് ഇവിടെ KPCC-യുടെ പ്രസിഡന്റ് ആയിരുന്ന ആള് പറഞ്ഞത് 18 MP-മാർ എന്ത് ജയിച്ചാ ഞങ്ങൾ അവിടെ പോയി കളിക്കാമെന്നാ പറയുന്നത്. കളിക്കാനുള്ള MP വിടാൻ നമുക്ക് കേരളത്തിൽ നിന്ന് സമയമില്ല. മറുപടി ആലത്തൂർ